നാമം മഹത്വപ്പെടുമാറാകട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല, എന്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രവചനമാണത്. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ഭാവി പറയുന്ന ഒരാൾ മാത്രമല്ല. പണ്ടുകാലത്ത് കൈനോട്ടക്കാരുണ്ട്, അവർ പരുവത്തിൽ ഭാവി പറയുന്ന ആളുകളാണ്, ഫോർച്യൂൺ ടെല്ലേഴ്സ് എന്നൊക്കെ പറയും. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ഭാവി എന്ത് എന്ന് പറയുന്ന, മനുഷ്യൻ്റെ ഭാവി എന്ത്, നമ്മുടെ ഭാവി എന്ത് നമ്മളോട് പറയുന്ന ഒരാളെയാണ് പൊതുവെ പ്രവാചകൻ എന്നെല്ലാവരും കണക്കാക്കുന്നത്. അതല്ല പ്രവാചകൻ. വേദപുസ്തകത്തിൽ പറയുന്ന പ്രവാചകൻ അഥവാ പ്രവാചകന്മാർ എല്ലാം ചെയ്തിരുന്നത് ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ ഹൃദയം എന്താണ്, ദൈവത്തിൻ്റെ മനസ്സെന്താണ്, അത് ജനത്തെ മനസ്സിലാക്കുന്നതാണ് പ്രവചന ശുശ്രൂഷ എന്ന് പറയുന്നത്. മനുഷ്യരെ കുറിച്ചുള്ളതായ ദൈവത്തിൻ്റെ മനസ്സെന്താണ്, ദൈവത്തിൻ്റെ ഹൃദയത്തിൽ എന്താണുള്ളത്, അത് ജനത്തിന് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് വേദപുസ്തകത്തിലെ പ്രവചന ശുശ്രൂഷ എന്ന് പറയുന്നത്. യെശയ്യാ പ്രവാചകൻ അദ്ദേഹം പ്രവചിക്കുന്ന കാലത്തും യെരൂശലേമിൽ ദേവാലയവും പുരോഹിതന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അക്കാലത്തും മോണാർക്സ് ഭരണാധികാരികളുണ്ടായിരുന്നു. പക്ഷേ അക്കാലത്തെയും പുരോഹിതന്മാരും ദൈവം ഏർപ്പാടാക്കിയ ഭരണകർത്താക്കളും ദൈവത്തിൻ്റെ ഹൃദയത്തിൽ എന്താണുള്ളത്, ദൈവത്തിന് ജനത്തോട് എന്താ പറയാനുള്ളത് എന്ന് പുരോഹിതന്മാർ ജനത്തെ മനസ്സിലാക്കി കൊടുത്തിരുന്നില്ല. ജനത്തെ മനസ്സിലാക്കി കൊടുത്തിരുന്നില്ല. ദൈവത്തിന് എന്താണ് അവരോട് പറയാനുള്ളതെന്ന് മനസ്സിലാക്കി കൊടുത്തിരുന്നില്ല. അതുകൊണ്ടാണ് ദൈവം, നാം ആമോസിൻ്റെ പ്രവചനത്തിലൊക്കെ വായിക്കുന്ന പോലെ, ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കുന്നവനുമായ സാധാരണക്കാരുൾപ്പെടെയുള്ളതായ, എന്നാൽ രാജകീയ വംശത്തിൽ ഉൾപ്പെടെയുള്ളതായ ആളുകളെ, സാധാരണക്കാരായ ആളുകളെ ദൈവം ദൈവത്തിൻ്റെ ഹിതമെന്തെന്ന് ജനത്തിന് മനസ്സിലാക്കി കൊടുക്കേണ്ടതിന് ഏർപ്പാടാക്കി. അതാണ് പ്രവചനങ്ങൾ എന്ന് പറയുന്നത്. അതിലൊരാളായിരുന്നു യെശയ്യാ പ്രവാചകൻ. യെശയ്യാ പ്രവാചകനാണ് പറഞ്ഞത്, കന്യക ഗർഭം ധരിച്ച് മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കുമെന്ന്. അന്നത് കേട്ടാൽ വല്ലവരും വിശ്വസിക്കുമോ? അത് കേട്ട ആളുകൾ പലരും പരിഹസിച്ചു. കന്യക ഗർഭം ധരിച്ച് മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞാൽ അന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ? പക്ഷേ പ്രവാചകൻ ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ളത്, മനസ്സിലുള്ളത് ജനത്തെ അറിയിച്ചു. അന്നും ആളുകൾ പരിഹസിച്ചു. പക്ഷേ കുറച്ചു പേരെങ്കിലും വിശ്വസിച്ചു. ഇന്നേക്ക് 2700 കൊല്ലം മുമ്പാണ് പ്രവാചകൻ പ്രവചിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ പ്രവചിച്ച കാലത്ത് ബഹുഭൂരിപക്ഷം പേരും അവിശ്വസിച്ചെങ്കിലും കുറച്ചു പേരെങ്കിലും കന്യക ഗർഭം ധരിച്ച് ഒരു ശിശുവിനെ പ്രസവിക്കുമെന്ന് കാത്തിരുന്നു. കർത്താവായ യേശുവിൻ്റെ ഒന്നാമത്തെ വരവിന് വേണ്ടി. അന്നും എല്ലാവരും വിശ്വസിച്ചില്ല, കുറച്ച് പേര് വിശ്വസിച്ചു. ഇപ്പോൾ നാം 2700 കൊല്ലം കഴിയുമ്പോൾ നാം എന്താ പ്രസവിക്കുന്നത്, നാം എന്താ കാത്തിരിക്കുന്നത്? കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് വരുമെന്ന്. എല്ലാവരും വിശ്വസിക്കുന്നുണ്ടോ? ഇന്നും പരിഹസിക്കുന്നവരുണ്ട്, ക്രിസ്ത്യാനികളിൽ തന്നെയുണ്ട്. ക്രിസ്തു രണ്ടാമത് വരുമെന്ന് പറഞ്ഞാൽ അതിൽ വിശ്വസിക്കുകയല്ല, പരിഹസിക്കുന്നവരൊന്നുമുണ്ട്. പക്ഷേ ഒരു കൂട്ടം ആളുകൾ വിശ്വസിക്കുന്നു കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് വരുമെന്ന്. ദൈവമക്കളെ, എപ്പോഴും ദൈവം തമ്പുരാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതെല്ലാവരും അങ്ങനെ തന്നെ വിശ്വസിക്കണമെന്നില്ല. കാരണം മനുഷ്യൻ എപ്പോഴും ദൈവത്തിനെതിരായി ചിന്തിക്കുന്ന മനോഭാവക്കാരനാണ്. അതാണ് നാം വായിച്ചത്. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല, എൻ്റെ ജനം ഗ്രഹിക്കുന്നുമില്ല.
ഓക്സ് കാള, ഓക്സ് നോസ് ദ മാസ്റ്റർ, ദ ഡോങ്കി ഹിസ് മാസ്റ്റേഴ്സ് മാഞ്ചർ. പുൽത്തൊട്ടി എറിയുന്നു. ഇസ്രായേൽ അറിയുന്നില്ല. മൈ പീപ്പിൾ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ്. എൻ്റെ ജനത്തിന് ഇതൊന്നും മനസ്സിലാകുന്നുമില്ല. ഞാൻ മക്കളെ പോറ്റി വളർത്തി. പോറ്റി വളർത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ എൻ്റെ മക്കളെ വളർത്തി വലുതാക്കി. ഇത്തനായ ദൈവം പറയുകയാണ്, ഞാൻ നിസ്സാരന്മാരെ വലിയവരാക്കി, അല്പന്മാരെ ഉന്നതന്മാരാക്കി, കഴിവില്ലാത്തവനെ കഴിവുള്ളവനാക്കി, വിദ്യാഭ്യാസം ഇല്ലാത്തവനെ വിദ്യാഭ്യാസം ഉള്ളവനാക്കി, പരീക്ഷയിൽ തോറ്റവനെ ഞാൻ റാങ്കുകാരനാക്കി, വേണ്ട ഞാൻ കൊലപാതകനെ വിശുദ്ധനാക്കി, ഞാൻ വേശ്യയെ ശുദ്ധിമതിയാക്കി. ദൈവം വലുതാക്കിയ കാര്യമാണ് ദൈവം പറയുന്നത്. ഭിന്നിച്ചിരുന്നവരെ ഞാൻ ഒന്നിപ്പിച്ചു, ഞാൻ നിസ്സാരന്മാരെ മാനിച്ചു വലിയവനാക്കി. ഇത്തിനാധികം പറയുക, ഞാൻ പോറ്റി വളർത്തി, ഞാൻ വളർത്തി വലുതാക്കി ജനത്തെ. ദൈവമക്കളെ, ഈ വചനം കേൾക്കുന്ന ഞാനും നിങ്ങളുമെല്ലാം ഓർക്കണം, ദൈവം വലുതാക്കി, ദൈവം മാന്യനാക്കി, ദൈവം അധമനെ ഉന്നതനാക്കി, ദൈവം കഴിവില്ലാത്തവനെ കഴിവുള്ളവനാക്കി, ഭിന്നിച്ചിരിക്കുന്നവരെ ഒരുമയുള്ളവരാക്കി, ഒരു വാക്ക് പറയാൻ കഴിവില്ലാത്തവനെ സ്റ്റേജിൽ നിന്ന് പ്രസവിക്കുന്നവനാക്കി, സ്നേഹിക്കാൻ കഴിവില്ലാത്തവനെ സ്നേഹിക്കാൻ കഴിവുള്ളവനാക്കി, മക്കളെ പ്രസവിക്കാൻ കഴിവില്ലാത്തവരെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നവരാക്കി, സമാധാനത്തോടെ പെരുമാറാൻ അറിയാൻ മേലാത്തവർക്ക് സമാധാനത്തോടെ പെരുമാറാൻ ഞാൻ കഴിവ് കൊടുത്തു. ഞാൻ മക്കളെ പോറ്റി വളർത്തി. അതാ ദൈവം പറയുന്നത്, ഞാൻ മക്കളെ വളർത്തി വലുതാക്കി. പ്രിയപ്പെട്ടവരെ, എല്ലാ അപ്പനും അമ്മയ്ക്കും ഇത് തന്നെ പറയാനുള്ളത്. ഞാൻ മക്കളെ വളർത്തി വലുതാക്കി. ഞാൻ എൻ്റെ മക്കളെ വളർത്തി വലുതാക്കി. ശരിയാണ്, നല്ല ഫുഡൊക്കെ കൊടുത്ത് നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് മക്കളെ വലുതാക്കി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ദൈവം മക്കളെ ആത്മീയമായി വളർത്തി, സ്നേഹിച്ച് വളർത്തി, ആത്മീയ അവസരങ്ങൾ കൊടുത്ത് വളർത്തി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും അങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ പറ്റൂ. ഞാൻ മക്കൾക്ക് ആത്മീയ ആഹാരവും അവരുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും ആത്മാവിൻ്റെ വളർച്ചയ്ക്കും ശരീരത്തിൻ്റെ വളർച്ചയ്ക്കുമുള്ള ആഹാരം ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുത്തു. പറയാൻ പറ്റൂ? എൻ്റെ മക്കൾക്ക് ആത്മീയമായി വളരുവാനും വിശുദ്ധിയിൽ വളരുവാനും സ്നേഹത്തിൽ വളരുവാനും പരസ്പരം സ്നേഹിക്കുവാനും എല്ലാം ഞാൻ എൻ്റെ മക്കളെ എൻ്റെ കുടുംബജീവിതം കൊണ്ട് തന്നെ പഠിപ്പിച്ചു. ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള പെരുമാറ്റം കൊണ്ട് കുടുംബത്തിൽ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് ഞാൻ എൻ്റെ മക്കളെ പോറ്റി വളർത്തി പഠിപ്പിച്ചു. പറയാൻ പറ്റൂ? ഞാൻ എൻ്റെ മക്കൾക്ക് ആത്മീയമായി വളരുവാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തു, വേദോത്സവം കൊടുത്തു, അവരെ ദൈവവചനം കുടുംബ പ്രാർത്ഥനയിൽ വരെ പഠിപ്പിച്ചു. മക്കളെ അങ്ങനെ പോറ്റി വളർത്തിയോ? മക്കളെ ശരീരം മാത്രം വളർത്തിയോ? ആത്മീയമായി വളർത്തിയോ? ദൈവം പറയുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി. ദൈവമക്കളെ, സാക്ഷ്യമുണ്ടോ നമുക്ക്? ഞാൻ മക്കളെ പോറ്റി വളർത്തിയ ദൈവം പറയുന്നു. ഇന്ന് മക്കളുള്ള മാതാപിതാക്കന്മാരാണ് ഇവിടെ ഇരിക്കുന്നത് നമ്മൾ അനേകർ. നമുക്കങ്ങനെ ഒരു സാക്ഷ്യമുണ്ടോ? ഞാൻ മക്കളെ പോറ്റി വളർത്തി, തക്ക സമയത്ത് കൊടുക്കേണ്ട ആത്മീയ ആഹാരവും ഭൗതിക ആഹാരവും ഭൗതികമായതും ആത്മീയമായതും ഞാൻ അവർക്ക് കൊടുത്തു. ഞാനൊരു മാതൃകാ ജീവിതം അവരുടെ മുമ്പിൽ കാഴ്ചവെച്ചു. ഞാനൊരു ശരിയായ പെരുമാറ്റം അവരെ പഠിപ്പിച്ചു. ഞാൻ അവരെ ഒരു ഭക്തി എന്താണെന്ന് പഠിപ്പിച്ചു. എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ അവരെ പഠിപ്പിച്ചു. ഒരു വിശുദ്ധ ജീവിതം എന്താണെന്ന് ഞാൻ അവരെ പഠിപ്പിച്ചു. സാക്ഷിയുണ്ടോ? പക്ഷേ ദൈവത്തിന് സാക്ഷ്യമുണ്ട്. അതാണ് ദൈവം പറഞ്ഞത്, ഞാൻ മക്കളെ പോറ്റി വളർത്തി, എങ്കിലും അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം എപ്പോഴും പറയാറില്ലേ, ആ വാക്കിൻ്റെ അർത്ഥം എന്താണ് വാസ്തവത്തിൽ? മൃഗങ്ങൾക്ക് മനുഷ്യനേക്കാൾ വിവേകമുണ്ടെന്ന് പലപ്പോഴും നമുക്ക് തോന്നിപ്പോവും. മനുഷ്യനേക്കാൾ വിവേകം മൃഗങ്ങൾക്കുണ്ട്, മനുഷ്യനേക്കാൾ നന്ദി ചില മൃഗങ്ങൾക്കുണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകാറില്ലേ? അത് തന്നെയാണ് ഇവിടെ ദൈവം പറയുന്നത്. ഞാൻ മക്കളെ വളർത്തിയിട്ട് എനിക്ക് പറയാനുള്ളത് ഇതാണ്, മൃഗങ്ങൾക്കുള്ള സ്നേഹം പോലും അവർക്കില്ല. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു. അവിടെ കാളയെന്ന് പറയുന്ന ആരെക്കുറിച്ചാണ്? കാളയെന്ന് പറയുന്ന ആരെക്കുറിച്ചാ?
മനുഷ്യരായ നമ്മളെക്കുറിച്ചാണ്. മനുഷ്യരായ നമ്മളെക്കുറിച്ചാണ്. ഞാൻ പോറ്റി വളർത്തി. യജമാനൻ ആരാണ്? നിത്യനായ ദൈവമാണ്, കർത്താവായ യേശുക്രിസ്തുവാണ്. ആരെയാണ് വളർത്തിയത്? നമ്മളെയാണ് വളർത്തിയത്. ഏതാണ് പുൽത്തൊട്ടി? ഈ വേദപുസ്തകം തന്നെ, ഈ ദൈവത്തിൻ്റെ വചനം തന്നെ. ദൈവത്തിൻ്റെ വചനം തന്നെ പുൽത്തൊട്ടി. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ മക്കളെ ശരിയായ ആഹാരം കൊടുത്ത് വളർത്തി. ദൈവത്തിന് സ്തോത്രം. വചനം കൊടുത്ത് വളർത്തി. ഈ കൂട്ടായ്മയോട് ചേർന്ന് വന്നവരോട് ഞാൻ എളിമയോട് ചോദിക്കട്ടെ, സത്യമായി ഞാനും നിങ്ങളെപ്പോലെ തന്നെ വർഷങ്ങളായി ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നു. ദൈവമക്കളെ, നമ്മളെ വളർത്തേണ്ടതുപോലെ വളർത്തിയതല്ലേ? വേണ്ട ആഹാരം തന്നല്ലേ വളർത്തിയത്? വേണ്ട പ്രബോധനം തന്നല്ലേ വളർത്തിയത്? വേണ്ടതുപോലെയുള്ള മുന്നറിയിപ്പ് തന്നല്ലേ വളർത്തിയത്? മരണമുണ്ടെന്നും ന്യായവിധിയുണ്ടെന്നും സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും എല്ലാം കാര്യങ്ങൾ പറഞ്ഞല്ലേ വളർത്തിയത്? ഒന്നും അറിയിക്കാതെ അല്ലല്ലോ വളർത്തിയത്. ഒരു മരണമുണ്ടെന്നും ഒരു ന്യായവിധിയുണ്ടെന്നും സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നെല്ലാം അറിയിച്ചല്ലേ വളർത്തിയത്. പ്രിയപ്പെട്ടവരെ, ഈ കൂട്ടായ്മയിൽ സത്യമായും ദൈവം പറയുന്ന പോലെ തന്നെ ഞാൻ പോറ്റി വളർത്തി എന്ന് പറയുന്ന പോലെ അതുപോലെ തന്നെയല്ലേ വളർത്തിയത്. ഒന്നിനും കുറവില്ലാതെയല്ലേ വളർത്തിയത്. വിശുദ്ധ ജീവിതം എന്തെന്ന് പഠിപ്പിച്ചല്ലേ വളർത്തിയത്. ഒരു വിശുദ്ധ ജീവിതമുണ്ട്, അത് ജീവിക്കണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചല്ലേ നിങ്ങളെ വളർത്തിയത്. എന്താണ് വിശുദ്ധ ജീവിതം? ഹൃദയം വിശുദ്ധമായിരിക്കണം. ശരീരത്തിന്റെ ഇന്ദ്രിയങ്ങളെ അതിൻ്റെ നിയന്ത്രണമില്ലാതെ വിടരുത്. ഇന്ദ്രിയ നിയന്ത്രണം വേണം. ശരീരത്തിന് ഇന്ദ്രിയങ്ങളെ പിടിച്ചെടുക്കണം. ഞാൻ മറ്റുള്ളവരോട് സുവിശേഷം പറഞ്ഞ ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിപ്പാൻ എൻ്റെ ശരീരത്തെ, എൻ്റെ ഇന്ദ്രിയങ്ങളെ ദണ്ഡിപ്പിച്ച് അടിമയാക്കണം. ഇതെല്ലാം പറഞ്ഞല്ലേ പഠിപ്പിച്ചത്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ ഹൃദയപൂർവം ക്ഷമിക്കണം. പരസ്പരം ഹൃദയപൂർവം ക്ഷമിക്കണം. നല്ല ആഹാരം തന്നല്ലേ വളർത്തിയത്. സ്വന്തം ഇഷ്ടമല്ല, ദൈവ ഇഷ്ടമാണ് നടക്കേണ്ടത്. ഇതെല്ലാം നമുക്ക് വിളമ്പി തന്ന ആഹാരമല്ലേ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഇതൊക്കെ തന്നിട്ട് നമുക്ക് നന്ദിയുണ്ടോ? ഇതൊക്കെ തന്ന് ദൈവത്തോട് നന്ദിയുണ്ടോ? ഇതൊക്കെ എനിക്ക് തന്നതാണല്ലോ, ഇത് ഈ ആലോചനയുള്ള എനിക്ക് തന്നതാണല്ലോ എന്നുള്ളതായ ഒരു സ്നേഹവും നന്ദിയും നമ്മുടെ ജീവിതത്തിലുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഒരു വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് മറ്റനേകര് പഠിക്കാത്ത പാഠങ്ങൾ നമ്മുടെ പഠിച്ചിട്ടുണ്ട്. ഹൃദയവിശുദ്ധിയെക്കുറിച്ച്, അവയവങ്ങളുടെ വിശുദ്ധീകരണത്തെക്കുറിച്ച്, ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നതിനെക്കുറിച്ച്. സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി നിൽക്കരുത്. സ്വന്തം ഇഷ്ടം നടപ്പിലാക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. ദൈവ ഇഷ്ടം മാത്രം നടന്നാൽ മതിയെന്ന് എപ്പോഴും പ്രാർത്ഥിക്കണമെന്നും, അത് കൂട്ടായ്മയിലും അതേ പാടുള്ളൂ. സ്വന്തം അജണ്ട വേണ്ട, ദൈവത്തിൻ്റെ കാര്യം നടന്നാൽ മതി. ഇതെല്ലാം പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളതല്ലേ. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നാം പാലിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇതന്നെയാ ദൈവം പറഞ്ഞത്. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിച്ചിരിക്കുന്നു. മത്സരിച്ചത് അന്നത്തെ ജനം മത്സരിച്ചു. ആ മത്സരം ഇന്നും നമ്മുടെ ഇടയിലേക്ക് വന്നിട്ടില്ലേ? ദൈവത്തോട് മത്സരിക്കുന്ന മനോഭാവം, ദൈവവചനം കേട്ട് വിട്ടുകളയുന്ന മനോഭാവം, ദൈവവചനം അനുസരിക്കാതെ ഇന്നും പിണക്കം ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടില്ലേ? ദൈവവചനം അനുസരിക്കാതെ ഇന്നും തമ്മിൽ ഭിന്നതയില്ലേ? ഇന്നും ക്ഷമിക്കാത്ത ഹൃദയമില്ലേ? ഇന്നും തമ്മിൽ മിണ്ടാത്ത ദൈവവേലക്കാരില്ലേ? ഇന്നും പരസ്പരം അംഗീകരിക്കാത്ത, മറ്റൊരുത്തിന് ദൈവം കൊടുത്ത ഒരു കൃപാവരമാണെങ്കിൽ ആ കൃപാവരത്തെ അംഗീകരിക്കാത്തവർ ഇന്നും നമ്മുടെ കൂട്ടത്തിലില്ലേ? പ്രിയപ്പെട്ടവരെ, ദൈവം കൊടുത്തവർക്ക് അംഗീകരിച്ചാൽ മതി. എല്ലാവരെയും അംഗീകരിക്കണമെന്നുണ്ടോ? പക്ഷേ ആർക്കും പൊങ്ങാൻ വേണ്ടിയുള്ള കൃപാവരം ഒന്നും കൊടുത്തിട്ടില്ല. ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള കൃപാവരം കൊടുത്തു കാണും. അത് മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ അധികാരത്തിന് വേണ്ടിയുള്ള കൃപാവരമൊന്നുമില്ല. ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള കൃപാവരമുണ്ട്. അതൊക്കെ ദൈവം കൊടുത്തിട്ടുണ്ടാവും. അത് കൊടുത്തവരെ അംഗീകരിക്കണം. അത്രയല്ലേ ഉള്ളൂ. പരസ്പരം സ്നേഹിക്കണം. ദൈവമക്കളെ, കിട്ടിയ വചനമെല്ലാം അനുസരിച്ചു എന്നുള്ളത് കൊണ്ടാണോ നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? നാം 10 കന്യകമാരെ കുറിച്ച് കേൾക്കുന്നു. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം ആദ്യത്തെ 4 വാക്യം നമുക്ക് വായിക്കാം. സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ
വിളക്ക് എടുത്തും കൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശമാകും. അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല. ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. ദൈവത്തിന് സ്തോത്രം. ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്തവരെന്നും എഴുതിയത് വാസ്തവത്തിൽ ചിന്തിച്ചാൽ അറിയാം, മത്സര മനോഭാവമുള്ളവരും അനുസരണ മനോഭാവമുള്ളവരുമായ കുറച്ച് പേര് മത്സര മനോഭാവമുള്ളവര്, കുറച്ച് പേര് അനുസരണ മനോഭാവമുള്ളവര്, കുറച്ച് പേര് സ്നേഹിക്കുന്നവര്, കുറച്ച് പേര് സ്നേഹിക്കാൻ മടിയുള്ളവര്. ദൈവത്തിന് സ്തോത്രം. എന്തിനാ പറഞ്ഞത്? വിളക്കെടുത്തോളാനാണ് പറഞ്ഞത്, വിളക്കെടുക്കാനല്ല അവരോട് പറഞ്ഞത്. അവരോട് പറഞ്ഞത് എന്തായിരുന്നു? കത്തുന്ന വിളക്കെടുക്കാനാ പറഞ്ഞത്, കത്തുന്ന വിളക്കുമായി നടക്കാനാ പറഞ്ഞത്. ദൈവമക്കളെ, കത്തുന്ന വിളക്കുമായി നടക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതാണ് നാം ആദ്യം ചിന്തിച്ചത്. ഒരു വിശുദ്ധ ജീവിതമുള്ളവരായി ജീവിക്കണം, ഒരു വിശുദ്ധ ജീവിതമുള്ളവരായി തന്നെ ജീവിക്കണം. കത്തുന്ന വിളക്കുമായി നടക്കണമെന്ന് പറഞ്ഞു. പക്ഷേ 5 പേർക്ക് അതിന് തയ്യാറായി, 5 പേര് വളരെ ലാഘവമായി. അതൊക്കെ അങ്ങനെയൊക്കെ പറയും, സൗകര്യം പോലെയൊക്കെ ചെയ്യാം, പറച്ചിലൊക്കെ അങ്ങനെ പറയും, പക്ഷെ സൗകര്യം പോലെയൊക്കെ ചെയ്യാം എന്നുള്ള മനോഭാവത്തോടെ 5 പേര് മത്സര മനോഭാവത്തോടെ തന്നെ വന്നു. എന്താണ് പ്രിയപ്പെട്ടവരെ സംഭവിച്ചത്? അതിന്റെ 8ാമത്തെ വാക്യം വായിക്കാം. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവീനെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പഴയ പോലെയല്ല വിളക്ക് കെട്ടുപോകുന്ന ഒരവസ്ഥ. ഇവർക്ക് മനസ്സിലായി, പണ്ടൊന്നും വിളക്കങ്ങനെ കെടണില്ലായിരുന്നു. പണ്ടൊക്കെ ആത്മാവിൻ്റെ ചൈതന്യമൊക്കെ എപ്പോഴും ഉണ്ടായിരുന്നു. പണ്ടൊക്കെ ആത്മാവിലൊരു വീര്യമൊക്കെ എപ്പോഴും ഉണ്ടായിരുന്നു. എന്നെ കാണിച്ചാലും ആത്മാവിലൊന്നും കുഴയണില്ല, ആത്മാവിലൊന്നും ക്ഷീണിക്കുന്നില്ല, പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വരുന്നില്ല. പക്ഷെ എന്നും അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ, എന്നും അങ്ങനെയല്ല. ഇപ്പൊ അവർക്ക് മനസ്സിലായി, എണ്ണ തീർന്നു പോകുന്നു എന്ന് മനസ്സിലായത് വൈകിയാണ്. എല്ലാവർക്കും എല്ലാം സമയത്തൊന്നും മനസ്സിലാകുന്നില്ല, എല്ലാവർക്കും എല്ലാം സമയത്തൊന്നും മനസ്സിലാകുന്നില്ല. ഇത്രയും കാലം ഇല്ലായിരുന്നിട്ട് എന്നാ കുഴപ്പം? എണ്ണ തീർന്നിട്ട് കാലം എത്രയായി, നാളുകൾ എത്രയായി? ഞാൻ ഈ പണക്കവുമായി വെച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ ഈ മനോഭാവത്തോടെ ജീവിക്കുന്നു, ഞാൻ അവനോട് മിണ്ടിയിട്ട് കൊല്ലം എത്രയായി? ഞങ്ങൾ തമ്മിൽ പരസ്പരം മിണ്ടിയിട്ട് കൊല്ലം എത്രയായി? ഒരു പ്രശ്നവും ഉണ്ടായില്ലല്ലോ, ഒരു രോഗവും വന്നില്ലല്ലോ, ഒരു അത്യാഹിതവും വന്നില്ലല്ലോ, മിണ്ടാതിരുന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ, സ്നേഹിക്കാഞ്ഞിട്ട് ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. ദൈവമക്കളെ, കാര്യങ്ങൾ ലാഘവമായിട്ട് കാണുന്ന വലിയൊരു കൂട്ടമുണ്ട്. ഒന്നും സംഭവിക്കണില്ലല്ലോ, ഞങ്ങൾക്ക് പോയിച്ച പോലെ ജീവിക്കുകയല്ലേ. സ്നേഹമോ അതൊക്കെ എന്നേ വിട്ടു, മേടിച്ചാൽ തിരിച്ചു കൊടുക്കണോ അതൊക്കെ എന്നേ വിട്ടു. മേടിച്ചാൽ കൊടുത്തില്ലെങ്കിൽ എന്നാ, ഞാൻ കൊടുത്തില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള വഴിക്ക് നടന്നല്ലോ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളിടത്ത് പോലെ പോയല്ലോ, അമ്മായിമ്മയോട് പിണങ്ങിയല്ലോ, മരുമകളോടൊക്കെ പിണങ്ങിയല്ലോ. അറിയണില്ല പ്രിയപ്പെട്ടവരെ. പക്ഷെ വിളക്ക് കെട്ടു എന്നുള്ളത് മനസ്സിലായി വരുന്നതേ ഉള്ളൂ. അടുത്ത വാക്യം വായിക്കാം, 9ാമത്തെ വാക്യം. ബുദ്ധിയുള്ളവർ ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവിനെന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കാര്യങ്ങൾ ലാഘവമല്ല എന്ന് പിന്നീടാ മനസ്സിലായത്. എല്ലാം ലാഘവമല്ല എന്ന് പിന്നീട് മനസ്സിലായി. എന്താ മനസ്സിലായത്? മനുഷ്യർ വിചാരിച്ചാൽ മറ്റ് മനുഷ്യന് കൊടുക്കാൻ പറ്റൂല. ഒരു മനുഷ്യൻ വിചാരിച്ചാൽ മറ്റൊരുത്തനെ ആത്മീയമായി ഉയർത്താനോ അവൻ ആത്മാവിനെ കൊടുക്കാനോ അവൻ്റെ ആത്മാവിൻ്റെ കാര്യം ശരിയാക്കാനോ കഴിയില്ല. എണ്ണ വിൽപ്പനക്കാരനുണ്ട്, പരിശുദ്ധാത്മാവിനെ കൊടുക്കാൻ അധികാരമുള്ളവനുണ്ട്, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. അവൻ്റെ അടുക്കൽ പോകാതെ മനുഷ്യരോട് ഇങ്ങനെ ചോദിച്ച് മനുഷ്യരോട് ഒന്ന് ചോദിച്ച് നടക്കുന്ന ആളുകളുണ്ട്. തരാൻ കഴിയുന്നവനോടല്ല ചോദിക്കണത്, തരാൻ കഴിയാത്ത മനുഷ്യരോട് എനിക്ക് തരണമേ ചോദിച്ച് നടക്കുന്ന ആളുകളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കാര്യങ്ങൾ കൈവിട്ട് പോണത് അറിയുന്നില്ല. കാര്യങ്ങൾ കൈവിട്ട് അങ്ങ് പോവുകയായിരുന്നു. ആദ്യം വിളക്ക് പാത്രത്തിൽ എണ്ണയില്ല, അത് മനസ്സിലായില്ലേ? കുഴപ്പമില്ല.
അപ്പോഴും പ്രശ്നവുമില്ല. വിളക്ക് കിട്ടു തുടങ്ങി, അപ്പോഴും പ്രശ്നമില്ല. അവൻ ചോദിച്ചു, മനുഷ്യരോട് ചോദിച്ചാൽ കിട്ടുമല്ലോ എന്നാണ് ധരിച്ചത്. വിളക്കുള്ളവരോട് ചോദിച്ചാൽ എനിക്ക് കിട്ടും. ദൈവത്തിന് സ്തോത്രം. പക്ഷെ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് തരാൻ പറ്റില്ല ഇത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ആത്മാവിൻ്റെ കാര്യമൊന്നും മനുഷ്യർക്ക് ശരിയാക്കി തരാൻ പറ്റുമെന്ന് വിചാരിക്കരുത് കേട്ടോ. സ്വർഗത്തിൽ കൊണ്ടുപോണ കാര്യമൊക്കെ മനുഷ്യർക്ക് ശരിയാക്കി തരാമെന്ന് വിചാരിക്കരുത് കേട്ടോ. രോഗം വന്നാൽ ആത്മാവുള്ള ദൈവമക്കൾ വന്ന് പ്രാർത്ഥിച്ച് ശരിയാക്കി തരുമെന്ന് വിശ്വസിക്കരുത് കേട്ടോ. അതൊന്നും സാധിക്കില്ല, അതൊന്നും സാധിക്കില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എല്ലാ കാലത്തും മധ്യസ്ഥ പ്രാർത്ഥന കൊണ്ട് ഫലമില്ല എന്ന് പ്രവാചകന്മാർ എഴുതി വച്ചിട്ടുണ്ട്. മോശയോ യിരെമ്യാവോ ദാനിയേലോ യോബോ ആര് പ്രാർത്ഥിച്ചാലും ഞാൻ മധ്യസ്ഥത കൊണ്ട് പ്രാർത്ഥന കേൾക്കില്ല എന്ന് ദൈവം എഴുതി വെച്ചു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെത്താൻ ഒരുങ്ങണം, തന്നെത്താൻ ഒരുക്കമുള്ളവരാകണം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഒരുങ്ങിയാണോ മുന്നോട്ട് പോണത്? വളരെ ലാഘവമായി. പാത്രത്തിൽ എണ്ണയില്ല, പാത്രമൊക്കെ വീശി അങ്ങ് പോവുക. കത്തുന്ന വിളക്ക് കെടാറായി എന്നറിയാം, അപ്പോഴും പ്രശ്നമില്ല. കെട്ട് കഴിഞ്ഞപ്പോഴും പ്രശ്നമില്ല, കെട്ട് കഴിഞ്ഞപ്പോഴും കിടന്നുറങ്ങാനും പ്രശ്നമില്ല. പക്ഷെ മണവാളൻ വരുന്നു എന്ന് ആർപ്പുവിളി വന്നപ്പോൾ അയ്യോ അയ്യോ അയ്യോ. പ്രിയപ്പെട്ടവരെ, ആരാ അവര്? ദൈവം സ്നേഹിച്ചവരാണവര്. ദൈവം സ്നേഹിച്ച് ദൈവം വിളക്കെടുത്ത് നിൽക്കാൻ പറഞ്ഞ ദൈവവേലക്കാരാണവര്. അവരവസാനം ദൈവത്തോട് മത്സരിച്ചു. മത്തുന്ന വിളക്കിനെ കുറിച്ച് ഗൗരവമില്ല. അവസാനം മനുഷ്യരോട് ചോദിച്ചു, മനുഷ്യരൊന്നും കിട്ടിയില്ല. ദൈവമക്കളെ, അതുകൊണ്ട് മറ്റുള്ളവരെ പ്രാർത്ഥിച്ച് സ്വർഗത്തിലെത്തിക്കാം. ആരെങ്കിലുമൊക്കെ എനിക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ച് ദൈവരാജ്യത്തിലെത്താം, മരിച്ചു കഴിഞ്ഞും പ്രാർത്ഥിച്ച് മറ്റുള്ളവർ പ്രാർത്ഥിച്ച് സ്വർഗത്തിലെത്താം എന്നൊന്നും കരുതിയിരിക്കരുത് കേട്ടോ. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഇന്ന് നീ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. ദൈവമക്കളെ, നഷ്ടപ്പെട്ടു പോയി എന്ന് ഓർക്കണം. സ്നേഹിച്ചവരാണ് നഷ്ടപ്പെട്ടു പോയത്. ദൈവം സ്നേഹിച്ചവരെ തിരിച്ചങ്ങോട്ട് സ്നേഹമില്ലായിരുന്നു, തിരിച്ച് ദൈവത്തെ സ്നേഹിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കാറുണ്ട്, ഞാൻ ജനിക്കുന്നതിന് 2000 കൊല്ലം മുമ്പ് ദൈവം എന്നെ സ്വർഗത്തിലെത്താനുള്ള വഴി ദൈവം ഒരുക്കി വെച്ചു. ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവത്തിനറിയാം ഞാൻ ജനിക്കും. ഞാൻ ജനിക്കുന്നതിന് 2000 കൊല്ലം മുമ്പ് ദൈവം എന്നെ സ്വർഗത്തിലെത്താനുള്ള വഴി ദൈവം ക്രമീകരിച്ചു. എന്താണ് ആ വഴി? കർത്താവായ യേശുക്രിസ്തുവിനെ എന്നെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി ദൈവം കാൽവരിയിൽ തൻ്റെ പുത്രനെ യാഗമാക്കി വെച്ചു. പക്ഷേ എനിക്ക് വേണമായിരുന്നു, എനിക്ക് ആവശ്യമുണ്ടായിരുന്നു, എനിക്ക് വേണമായിരുന്നു. ദൈവമക്കളെ, വലത്തെ ഭാഗത്തെ കള്ളന് അന്നാണ് അവന് വഴി തുറന്നത്. അവന് വേണ്ടി വഴി തുറന്നത് അന്നാണ്. അവൻ അന്ന് തന്നെ ആ വഴിയിലൂടെ പോയി. എന്നാൽ എനിക്ക് വേണ്ടി വഴി തുറന്നത് 2000 കൊല്ലം മുമ്പാണ്. സഹോദര, നിനക്കും ഒക്കെ വേണ്ടി വഴി തുറന്നത് 2000 കൊല്ലം മുമ്പേ നിനക്ക് സ്വർഗത്തിൽ പോകാനുള്ള വഴി ദൈവം തുറന്നു വെച്ചിട്ടാണ് നിന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. ആദാമിന് തിന്നാനുള്ള ആഹാരവും ജീവിക്കാനുള്ള മാർഗവും പർദീസായിൽ ഒരുക്കിയിട്ടാണ് ദൈവം ആദാമിനെ സൃഷ്ടിച്ചത്. സൃഷ്ടിച്ചതിന് ശേഷമല്ല. ദൈവമക്കളെ, ഞാൻ ഈ ഭൂമിയിലേക്ക് വന്ന് ഞാനിവിടെ വന്നൊക്കെ വചനമൊക്കെ കേട്ട് മാനസാന്തരപ്പെട്ടതിന് ശേഷമല്ല എനിക്ക് വേണ്ടി സ്വർഗത്തിൽ പോകാനുള്ള വഴി ദൈവം ഉണ്ടാക്കിയത്. ആ വഴി 2000 കൊല്ലം മുമ്പേ ഉണ്ടാക്കി. പക്ഷേ ഞാൻ ആവശ്യക്കാരനായില്ല. ദൈവമക്കളെ, നമ്മുടെ തലകളൊന്ന് വണക്കി ചിന്തിച്ച് നോക്കൂ. ദൈവത്തിലെ നിനക്ക് വേണ്ടി ആ വഴി 2000 കൊല്ലം മുമ്പേ ഒരുക്കി. കാൽവരിയിൽ നിനക്ക് സ്വർഗത്തിൽ പോകാനുള്ള വഴി, നിനക്ക് സമാധാനത്തിൽ ജീവിക്കാനുള്ള വഴി, നിനക്കുള്ളവരെ സ്നേഹിക്കാനുള്ള വഴി ദൈവം നിന്നെ പോറ്റി വളർത്തി. പക്ഷേ നീയോ മത്സരിച്ചു. ദൈവം നിന്നെ വലുതാക്കി, നീ മാനിച്ചില്ല. ദൈവം നിന്നെ ഉയർത്തിയെടുത്തു, നീയോ കരുണ കാണിച്ചില്ല. ദൈവം നിന്നെ പഠിപ്പിച്ചു, ദൈവം നിന്റെ പാപം ക്ഷമിച്ചു.
ദൈവം നിന്റെ അകൃത്യം പുറത്തു. ദൈവം നിന്റെ മ്ലേച്ഛത മാച്ചു. ദൈവം നിന്റെ വേശ്യാവൃത്തി കണ്ടില്ല എന്ന് വെച്ചു. ദൈവം നിന്റെ അവിഹിത ബന്ധം മറച്ചു വെച്ചു. ദൈവം നിന്റെ വേശ്യാവൃത്തി ഒളിച്ചു വെച്ചു. ദൈവം നിന്റെ കൊലപാതകം ഒളിച്ചു വെച്ചു. ഇല്ല, ഒളിച്ചു വെച്ചില്ല. അതെല്ലാം അവൻ്റെ പുത്രന്റെ മേൽ ചുമത്തി. ഹല്ലേലൂയ. ഞാൻ പാപിയായിരിക്കുമ്പോൾ തന്നെ അവൻ നമ്മെ സ്നേഹിച്ചു. അങ്ങനെ പുത്രനെ തന്നിട്ട് നമ്മളെ സ്നേഹിച്ചു. ദൈവവേദലേ, നീ അവനെ അന്വേഷിച്ചുവോ? നീ നിനക്ക് വേണ്ടി ഒരുക്കിയ സ്വർഗത്തിലേക്കുള്ള വഴിയിലൂടെ യാത്ര പുറപ്പെട്ടുവോ? നീ ഒരു സിയോൻ യാത്രക്കാരനായോ? നീ ഒരു സിയോൻ യാത്രക്കാരനായോ? പ്രിയപ്പെട്ടവരെ, ഇന്നെങ്കിലും ഒരു സിയോൻ യാത്രക്കാരനാവുക. അതിനുവേണ്ടി തീരുമാനം ഒതുക്കുക. അതിനുവേണ്ടി യേശുവിനെ വിളിക്കുക. കർത്താവേ, ഞാനിതാ ഇതുവരെയും അറിഞ്ഞില്ല. സ്വർഗത്തിലേക്കുള്ള വഴി എനിക്ക് വേണ്ടി തുറന്നിട്ടുണ്ട്, ഞാൻ അറിഞ്ഞില്ല. യേശുവേ, ഞാനിതാ വരികയാണ്, എന്നെ സ്വീകരിക്കണമേ. യേശുവേ, ഞാനിതാ വരികയാണ്, ഞാൻ ഇതുവരെ വന്നതുപോലെയല്ല, എന്നെ സ്വീകരിക്കണമേ. തീരുമാനമുള്ളവർക്ക് കരങ്ങൾ ഉയർത്തി പറയാം, യേശുവേ, ഞാനിതാ മത്സരിച്ച് മാറി നിൽക്കുകയായിരുന്നു, ഞാനിതാ അകന്നു മാറി നിൽക്കുകയായിരുന്നു. യേശുവേ, ഇനി ഒരിക്കലും ഞാൻ മാറി നിൽക്കുകയില്ല. ഞാനിതാ ഈ വഴിയിലൂടെ സിയോൻ യാത്രക്കാരനായി ഞാൻ എനിക്ക് വേണ്ടി ഒരുക്കിയ സ്വർഗീയ വഴിയിലൂടെ ഞാനിതാ വരികയാണ്. എന്നെ സ്വീകരിക്കണമേ, എന്നെ അംഗീകരിക്കണമേ, എന്നെ കഴുകണമേ, എന്നെ വെടിപ്പാക്കണമേ. ദൈവരാജ്യം എനിക്ക് നഷ്ടപ്പെട്ടു പോകല്ലേ. ഹല്ലേലൂയ. ദൈവരാജ്യം എനിക്ക് നഷ്ടപ്പെട്ടു പോകല്ലേ. ദൈവരാജ് എന്റെ വിളക്ക് കെട്ടുപോകല്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ മണവാളൻ വരുന്നു എന്ന് പറഞ്ഞുപോ വിളക്ക് കെട്ടൊരു കന്യകയായി ഞാൻ കാണപ്പെടാൻ ഇടവരല്ലേ. കർത്താവേ, ക്ഷമിക്കണമേ. കർത്താവേ, പൊറുക്കണമേ. ഈ ദിനത്തോട് മനസ്സലിയണമേ. നിന്റെ സ്നേഹം പകരണമേ. അകൃത്യം ക്ഷമിക്കണമേ. പാപം മോചിക്കണമേ. അനുഗ്രഹിക്കണമേ. ആത്മാവിനെ പകരണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു.